കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടമാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആദി ചിപ്പിയുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, മഹേഷിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. ഡാഡി നിൻ്റെ അടുത്ത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ചിപ്പി പറയുന്നു നല്ല സ്നേഹമാണ്, ഡാഡി എന്നെ കാണാതെ ഉറങ്ങത്തില്ലെന്നാണ് അമ്മ പറയുന്നതെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ മഹേഷും ഇഷിതയും കൂടെ ആതിരയെ കണ്ടെത്താനുള്ള പുറപ്പാടാണ്. അവരങ്ങനെ യാത്ര ചെയ്ത് ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്തുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണത്തില്ല. അപ്പോൾ കുറേ പേര് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇഷിത പറയുന്നത് ഇങ്ങനെ ചികിത്സിച്ച ഡോക്ടറാണ്, ആതിരയെ പെട്ടെന്ന് തന്നെ കാണണം എന്ന് പറയുന്നു. അപ്പോൾ അതിലൊരാളെന്ന് പറയുന്നത് നമ്മുടെ അൻസാരിദാസിൻ്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം മറ്റേയാൾ പറയുന്നുണ്ട് അവരിവിടെ ഇല്ല, കുറേ ചാനലുകാരും അവരൊക്കെ വന്നതുകൊണ്ട് രാത്രി അവരെവിടെ പോയെന്നാണ് തോന്നണേ, ഇത് പൈസ കൊടുത്തുള്ള പരിപാടിയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇഷിത പുറത്ത് വന്നിട്ട് പറയുന്നു ഇനി എങ്ങനെ അതിനെ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വിഷമിക്കുന്നു. അങ്ങനെ സുചിത്രയ്ക്ക് ഇത് വിഷമാകുന്നു. കാരണം വിനോദിനെ രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവരിങ്ങനെ നിൽക്കുകയാണ്. തിരിച്ച് ഇഷിതയും മഹേഷും ഓരോന്നൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം എന്നിട്ട് പറയുന്നു കേരള ചാപ്റ്ററിൻ്റെ CEO ആയ മഹേഷിന് ഈ സ്നേഹത്തിൻ്റെ കഥയൊന്നും മനസ്സിലാകത്തില്ലെന്ന് എന്ന് പറയുന്നു. അപ്പോൾ മഹേഷ് ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആദി രഞ്ജനയോട് പറയുന്നു, ഡാഡിയെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു ഡാഡിയും മമ്മിയും നമ്മൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നേനെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് കേട്ട് രചനയ്ക്ക് വല്ലാത്തൊരു വിഷമവും സങ്കടമൊക്കെ വരുന്നു. കാരണം ഇനി എന്ത് ചെയ്യും, ആദ്യം അതിനു വേണ്ടി ശ്രമിക്കുക. കാരണം ആദിക്ക് ഇപ്പോഴും ഡാഡിയോട് ഇഷ്ടം വന്നു എന്നത് രചനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. മഹേഷിനോട് കൂടുതൽ അടുപ്പമായി തുടങ്ങിയെന്ന് രചനയ്ക്കത് മനസ്സിലാവുന്നു. ഇനി എന്ത് ചെയ്യുന്നുള്ള ഇതിലും രചന ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ചിപ്പിമോളാണെങ്കിലും മഹേഷും ആദ്യം ഇരുന്ന് സംസാരിക്കുന്നിടത്ത് വരുന്നു. മഹേഷും ഇഷിതയും സംസാരിക്കുന്ന അടുത്തേക്ക് വരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം പറയുന്നു ഒന്നെങ്കിൽ ആദ്യേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ എനിക്കൊരു അനിയന് തരണമെന്ന് പറയുന്നു. ഇത് കേട്ടാൽ ഇഷിത വല്ലാതെ ഞെട്ടുന്നു. അപ്പം മഹേഷ് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം മഹേഷ് പറയുന്നത് അത് ന്യായം, മോള് പറഞ്ഞത് ന്യായമാണ്, ഒന്നെങ്കിൽ ആദ്യം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇഷിത ഒരു അനിയനെ കൊടുക്കണം. ഇതാണ് നമ്മുടെ ചിപ്പിയുടെ ആഗ്രഹം. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. ഇനി അവർക്ക് നമ്മുടെ അതിരെ കണ്ടെത്താൻ കഴിയുമോ എന്നൊന്നും അറിയില്ല. അതൊന്നും നാളത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.